ഓ അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും എൻ്റെ വിനീത പ്രണാമം. ഗുരുദർശനം ബ്രഹ്മവിദ്യാപഠന ഗ്രൂപ്പിൽ ഗുരുവിനെ അറിയാനും ഗുരുപദത്തിൽ ചരിക്കാനും നമ്മെ സഹായിക്കുകയും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നം ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ സാരഥി ശ്രീ സന്തോഷ് കുമാർ ശ്രീനന്ദനം അവർകൾ, പ്രിയ ആചാര്യൻ ശ്രീ വിശ്വപ്രകാശം എസ് വിജയാനന്ദ് അവർകൾ, പ്രിയ ഗുരുനാഥൻ ശ്രീ ചന്ദമംഗലം പ്രതാപൻ അവർകൾ, ആത്മന്മാർ ആത്മജിജ്ഞാസുക്കളായ പ്രിയ പഠിതാക്കൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ രത്നാംബിക ശിവാനന്ദൻ. നാം ഇന്നിവിടെ ഈശാവാസ്യോപനിഷത്തിലെ 2-ാം മന്ത്രത്തിൻ്റെ പഠനം ആരംഭിക്കുകയാണ്. ആദ്യ മന്ത്രം ഹൃദയസ്ഥമാക്കിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം കുർവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛദം സമാഹ ഏവം ത്വയി നാന്യതേതോസ്തി ന കർമ്മ ലിപ്യതേ നരേ. ഓം കുർവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛദം സമാഹ ഏവം ത്വയി നാന്യതേതോ അസ്തി ന കർമ്മ ലിപ്യതേ നരേ. ഇതിൻ്റെ ഭാഷ: അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ്ങസംഗനായി ഇരിക്കുകയിതല്ലാതില്ലൊന്നും നരനു ചെയ്തിടാൻ. അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ്ങസംഗനായി ഇരിക്കുകയിതല്ലാതില്ലൊന്നും നരനു ചെയ്തിടാൻ. 2-ാം മന്ത്രത്തിൻ്റെ പദാനുപദാർത്ഥം പറയാം. കൂർവന്നേ വേഹ, അതിൽ ഇഹ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ, ഈ ജഗത്തിൽ, ഈ ലോകത്തിൽ, കർമാണി കർമ്മങ്ങളെ, അതായത് ശാസ്ത്ര വേദവിഹിതങ്ങളായ കർമ്മങ്ങളെ, കൂർവൻ ഏവ ചെയ്തുകൊണ്ടു തന്നെ, അല്ലെങ്കിൽ ചെയ്യുന്നവനായി. ഇനി അടുത്ത വരി: ജിജീവിഷേത് ജീവിക്കുവാൻ ആഗ്രഹിക്കണം. ഏവം ഇങ്ങനെ ആയാൽ, ന കർമ്മ ലിപ്യതേ ശതം സമാഹ 100 കൊല്ലം, അതായത് ജീവിതകാലം മുഴുവൻ, ആയുഷ്കാലം മുഴുവൻ, നരേ മനുഷ്യനായ, ഗൃഹസ്ഥന് അല്ലെങ്കിൽ ഗൃഹസ്ഥന്, തൊയി നിന്നിൽ, കർമ്മം ന ലിപ്യതേ പറ്റിച്ചേരുകയില്ല. നാന്യതേ തോ അസ്തി എന്നതിൽ നിന്നും ഇതോ, അതായത് ഇതഹ ഇതിൽ നിന്ന്, അന്യത ഇത
അന്യത അന്യമായിട്ട്. ന അസ്തി ഇല്ല. ഈ രണ്ടാം മന്ത്രത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി പറയാം. കൂർവന്നേ വേഹ, അതിൽ നിന്നും ഇഹ എന്ന് ആദ്യം എടുക്കുക. ഈ പ്രപഞ്ചത്തിൽ, ഈ ജഗത്തിൽ, അതായത് ഈ ലോകത്തിൽ, കർമാണി കർമ്മങ്ങളെ, ശാസ്ത്രവേദവിഹിതങ്ങളായ കർമ്മങ്ങളെ, കൂർവന്നേ വേഹയിൽ നിന്ന് ഇഹ നേരത്തെ എടുത്തതാണ്. ഇനി കൂർവൻ ഏവ, ചെയ്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ചെയ്യുന്നവനായി, ജിജീവിഷേത്, ജീവിക്കുവാൻ ആഗ്രഹിക്കണം, ശതം 100 കൊല്ലം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ, ആയുഷ്കാലം മുഴുവൻ, ഏവം ഇങ്ങനെ ആയാൽ, നരേ മനുഷ്യനായ, ത്വയി നിന്നിൽ, കർമ്മ കർമ്മം, ന ലിപ്യതേ പറ്റിച്ചേരുകയില്ല, ഇതോ ഇതഹ ഇതിൽ നിന്ന്, അന്യത ഇത അസ്തി അന്യത അന്യമായിട്ട്, ന അസ്തി ഇല്ല. ഈ ലോകത്തിൽ ശാസ്ത്രവിധിപ്രകാരമുള്ള കർമ്മങ്ങളെ ചെയ്തുകൊണ്ട്, ഈ ലോകത്തിൽ ശാസ്ത്രവിധിപ്രകാരമുള്ള കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് 100 വർഷക്കാലം ജീവിക്കുവാൻ ആഗ്രഹിക്കണം. എത്ര വർഷം? 100 വർഷക്കാലം ജീവിക്കുവാൻ ആഗ്രഹിക്കണം. ഇങ്ങനെയായാൽ മനുഷ്യനായ നിന്നിൽ കർമ്മം പറ്റിച്ചേരുകയില്ല. ഇതിൽ നിന്നും അന്യമായിട്ട് വേറൊരു മാർഗവുമില്ല. എന്തിന്? മുക്തി ലഭിക്കുവാൻ. നിന്നിൽ കർമ്മബന്ധങ്ങൾ ബാധിക്കില്ല. കർമ്മബന്ധമില്ലാതെ പ്രവർത്തിക്കുക. ഈ ലോകത്തിൽ ശാസ്ത്രവിധിപ്രകാരമുള്ള കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് 100 വർഷക്കാലം ജീവിക്കുവാൻ ആഗ്രഹിക്കണം. ഇങ്ങനെയായാൽ മനുഷ്യനായ നിന്നിൽ കർമ്മം പറ്റിച്ചേരുകയില്ല. ഇതിൽ നിന്നും അന്യമായിട്ട് വേറൊരു മാർഗവും ഇല്ല. എന്തിനെ? മുക്തി ലഭിക്കുവാൻ. നിന്നിൽ കർമ്മബന്ധങ്ങൾ ബാധിക്കില്ല. കർമ്മബന്ധമില്ലാതെ പ്രവർത്തിക്കുക. നാം ആദ്യ മന്ത്രത്തിൽ പഠിച്ചു, ഈശാവാസ്യോപനിഷത്തിൽ മോക്ഷം ലഭിക്കാൻ 2 മാർഗങ്ങളുണ്ടെന്ന്. ഒന്നാമത്തെ മന്ത്രം നിവൃത്തിമാർഗത്തെക്കുറിച്ചും 2ാം മന്ത്രം പ്രവൃത്തിമാർഗത്തെക്കുറിച്ചും ആണെന്നും. നിവൃത്തിമാർഗം സന്യാസിമാർക്കും പ്രവൃത്തിമാർഗം ഗൃഹസ്ഥാശ്രമികൾക്കും ഉള്ളതാണെന്നും പഠിച്ചു. അപ്പോൾ ഗൃഹസ്ഥനും മോക്ഷം ലഭിക്കും. ഈ വേദങ്ങളൊക്കെ ക്രോഡീകരിച്ച് നമുക്ക് തന്നത് ഋഷി വേദവ്യാസനാണ്. ഇവിടെ പ്രവൃത്തിമാർഗത്തെക്കുറിച്ച് പറയുന്നു. ഈ ലോകത്ത് നീ കർമ്മങ്ങളെ ചെയ്യുന്നവനായിക്കൊണ്ട് 100 വർഷക്കാലം ജീവിച്ചിരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി കർമ്മം ചെയ്യുക. വെറുതെ ഇരിക്കാൻ പാടില്ല, കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യുന്നത് 100 വർഷക്കാലം ജീവിച്ചിരിക്കണമെന്ന ചിന്തയോടെ ആയിരിക്കണം. അവസാന ശ്വാസം വിടുമ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. കർമ്മബന്ധങ്ങളില്ലാതെ കർമ്മം ചെയ്യണം. യാതൊരു വിധത്തിലും കർമ്മഫലങ്ങളെ മോഹിയാതെ, ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യണം. ഫലം താനെ വന്നുകൊള്ളും. നിഷ്കാമ കർമ്മം ചെയ്യണം. നിഷ്കാമ കർമ്മയോഗത്തിന് പകരം പലരും നിഷ്കർമ്മ കാമയോഗമാണ് ചെയ്യുന്നത്. അതവനെ അന്ധകാരത്തിലേക്കാണ് നയിക്കുന്നത്. സത്പ്രവൃത്തി ചെയ്താൽ ആയുസ് കൂടും. സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ കർമ്മബന്ധം നമ്മെ ബാധിക്കില്ല. സത്യവിരുദ്ധ കാര്യങ്ങൾ ചെയ്താൽ ആ കർമ്മങ്ങൾ നമ്മെ ബാധിക്കും. 100 വർഷക്കാലം ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി കർമ്മം ചെയ്യുക. റിട്ടയർ ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സമയം കിട്ടും. അപ്പോഴാണ് ചെയ്യാൻ സമയം. സത്യത്തിൽ കർമ്മത്തിൽ മുഴുകിയിരിക്കുമ്പോൾ വേണം പ്രാണൻ പോകാൻ. ഞാൻ ഇന്ന കർമ്മങ്ങൾ ചെയ്തു, ഇന്ന ഫലം കിട്ടണം, അത് പാടില്ല. ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക. ഫലം താനെ വന്നുകൊള്ളും.
നാം സൂര്യനെ നോക്കി നടന്നാൽ നിഴൽ പിന്നാലെ വന്നുകൊള്ളും. എന്നാൽ അതിന് എതിരെ പോയാൽ നിഴൽ മുമ്പേ പോകും. അപ്പോൾ നിന്റെ മുന്നിൽ ഇരുട്ടായിരിക്കും. അതുകൊണ്ട് നീ എപ്പോഴും പരമമായ ഈശനെ സ്മരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. ഓം കൃതോസ്മര കൃതസ്മര കൃതോസ്മര കൃതസ്മര. ഓങ്കാരസ്മരണയോടെ പ്രവർത്തിക്കണം. 100 വയസ്സുവരെ ജീവിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. കർമ്മം ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ചിന്ത വർക്ക് ചെയ്യും, ബ്രെയിൻ വർക്ക് ചെയ്യും. ശരീരവും മനസ്സും ബുദ്ധിയും വർക്ക് ചെയ്യും. ഓങ്കാര വിചാരം ചെയ്തുകൊണ്ട് 100 വർഷക്കാലം ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹത്തോടെ കർമ്മത്തോടെ ബന്ധനമില്ലാതെ പ്രവർത്തിക്കുക. അല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല. കർമ്മം അനാസക്തമായി അസംഗമായ രീതിയിൽ ആയിരിക്കണം. ഒരിക്കൽ ഒരാൾ ഒരു ഗുരുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ഗുരു, എൻ്റെ ഭാര്യ മരിച്ചുപോയി. അവൾക്ക് സ്വർഗപ്രാപ്തി ലഭിക്കുവാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു പ്രാർത്ഥന എഴുതി തരണം. ഗുരു പ്രാർത്ഥന എഴുതി ആഗതന് നൽകി. അയാൾ സന്തോഷപൂർവ്വം സ്വീകരിച്ച് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഗുരു, ഈ പ്രാർത്ഥന ചൊല്ലിയാൽ എൻ്റെ ഭാര്യയ്ക്ക് സ്വർഗപ്രാപ്തി കിട്ടുമെന്ന് ഉറപ്പാണോ? തീർച്ചയായും കിട്ടും. ഇത് ചൊല്ലിയാൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും സ്വർഗം കിട്ടും, ഗുരു പറഞ്ഞു. അപ്പോൾ ആഗതൻ വികാരപരവശനായി പറഞ്ഞു, ഞാൻ എല്ലാവർക്കും സ്വർഗം കിട്ടുന്നതിനുള്ള പ്രാർത്ഥനയല്ല ആവശ്യപ്പെട്ടത്. എൻ്റെ ഭാര്യയ്ക്ക് മാത്രം സ്വർഗം കിട്ടുന്നതിനുള്ള പ്രാർത്ഥനയാണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് അത്തരമൊരു പ്രാർത്ഥന എഴുതി തന്നാലും. ഗുരു പറഞ്ഞു, അത് പറ്റില്ല. എല്ലാവർക്കും സ്വർഗം ലഭിക്കുന്നതിനുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. പ്രാർത്ഥന ഏവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പോൾ അയാൾ വളരെ വിനയത്തോടെ പറഞ്ഞു, എങ്കിൽ ഞങ്ങളുടെ ശത്രുവായ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. അയാൾ കഴിഞ്ഞ മാസം മരിച്ചുപോയി. അയാളെയെങ്കിലും ഇതിൽ നിന്നും ഒന്ന് ഒഴിവാക്കി തന്നാലും. പ്രാർത്ഥനാദി കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള ഇത്തരം മനോഭാവം അധാർമികമാണ്. സ്വാർത്ഥപൂർണമായി ചെയ്യുന്ന യാതൊരു കർമ്മങ്ങളും ഫലപ്രാപ്തി ഉളവാക്കുകയില്ല. അതുകൊണ്ട് യാതൊരു കർമ്മം ചെയ്യുമ്പോഴും ഞാനാണ് ചെയ്യുന്നതെന്നും എനിക്ക് വേണ്ടി മാത്രമാണ് എന്നുമുള്ള ചിന്ത ഒഴിവാക്കണം. അന്ത്യം വരെയും കർമ്മത്തിൽ നിന്നും വേറിട്ട് നിൽക്കാതെ 100 വർഷം ജീവിച്ചിരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി മമതാരഹിതമായി നിർമ്മല ചിത്തത്തോടു കൂടി കർമ്മം ചെയ്യണം. പക്ഷികൾ മനോഹരമായി പാടുന്നതും വൃക്ഷങ്ങൾ പുഷ്പിച്ച് നറുമണം പരത്തുന്നതും സ്വാദിഷ്ടമായ ഫലങ്ങൾ വിളയിക്കുന്നതും ആർക്കു വേണ്ടിയാണ്? എല്ലാവർക്കും വേണ്ടി. എന്നാൽ മനുഷ്യനാവട്ടെ ആർക്കോ ചിലർക്ക് വേണ്ടി അഥവാ സ്വാർത്ഥപരമായി കർമ്മം ചെയ്യുന്നു. കർമ്മത്തോടുള്ള സംഘം അവനെ പാപബന്ധിതനാക്കുന്നു. അതുകൊണ്ട് ഐഹിക ലോകത്ത് ജനിച്ച് ജീവിക്കുന്ന മനുഷ്യൻ നൈരന്തരികമായി കർമ്മം അസംഗമായി ചെയ്തുകൊണ്ട് ആത്മപ്രകാശിതനായി 100 വർഷക്കാലം ജീവിക്കണം. ആനന്ദപൂർണമായ ജീവിതം നയിക്കുന്നവർക്ക് 100 വർഷം ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അതിന് കർമ്മം അസംഗമായി നിരന്തരം ചെയ്യുക. ആതങ്കം അനുഭവിക്കുന്ന ഒരാളിന് അരനിമിഷം പോലും 1000 വർഷം പോലെ അനുഭവപ്പെടും. അത് നരകം തന്നെ. അപ്പോൾ ഒരുവനെ നരകം സൃഷ്ടിക്കുന്നത് അവനവൻ തന്നെയാണ്. അത് സംഭവിക്കുന്നതിന് കാരണം സ്വാർത്ഥപരമായ കർമ്മമാണ്. എന്നാൽ ആനന്ദപൂർണമായി ജീവിതം നയിക്കുന്ന ഒരാളിന് 1000 വർഷത്തെ ജീവിതവും ഒരു നിമിഷമായിട്ടേ അനുഭവപ്പെടും. അയാൾ അനുഭവിക്കുന്നത് സ്വർഗീയതയാണ്. അതിനു കാരണം അയാൾ നിരന്തരമായി നിയതിയെ മാനിച്ച് കർമ്മം അസംഗതയോടെ ചെയ്യുന്നു എന്നതാണ്. നാരായണ ഗുരു ആത്മോപദേശ ശതകത്തിൽ ഈ ആനുഭൂതികാവസ്ഥയെ ആലാപനം ചെയ്യുന്നു. പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ടൊരൽപ്പനേരം അറിവപരപ്രകൃതിക്കധീനമായാൽ അരനൊടിയായിരം ആണ്ടുപോലെ തോന്നും.
ആത്മാനുസന്ധാനം ചെയ്യുന്നവർ നൈതികതയെ അംഗീകരിച്ചുകൊണ്ട് കർമ്മം ചെയ്ത് ചിത്തശുദ്ധി വരുത്തി പരമമായ പൊരുളിൻ്റെ മഹിമയെ അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അങ്ങനെയുള്ള ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 വർഷം അല്പനേരമായി ആനുഭൂതികമാകും. അതത്രേ സ്വർഗാനുഭവം. ആത്മജ്ഞാനമില്ലാതെ അവിദ്യയ്ക്ക് അടിമപ്പെട്ട് നൈരന്തരിക കർമ്മം ചെയ്യാതെ സ്വാർത്ഥമോഹത്തോടെ പ്രവർത്തിക്കുന്ന അലസന്മാർക്ക് അരനൊടി പോലും 1000 വർഷമായി അനുഭവപ്പെടുന്നു. അത് നരകാനുഭവമാണ്. കർമ്മങ്ങൾ അഥവാ വൃത്തികൾ പ്രധാനമായും 3 തരമുണ്ട്. അതിലേതാണ് ശ്രേയോദായകരവും പ്രേയസ്കരവുമെന്ന് നാം വകതിരിച്ച് മനസ്സിലാക്കി അതിനനുരൂപമായ ജീവിതവൃത്തിയിൽ ഏർപ്പെടണം. 1. അംഗാകാരവൃത്തി, 2. മാലാകാരവൃത്തി, 3. മധുകാരവൃത്തി എന്നിവയാണ്. അവയെക്കുറിച്ചൊന്ന് സാമാന്യമായി ഗ്രഹിക്കാം. അംഗാകാരവൃത്തി കരിക്കട്ട ഉണ്ടാക്കുന്നത് പോലുള്ള പ്രവൃത്തി. വൃക്ഷങ്ങൾ വെട്ടി തടി കത്തിച്ച് കരിക്കട്ട ഉണ്ടാക്കി വിറ്റ് വരുമാനമുണ്ടാക്കി ജീവിക്കുന്ന വൃത്തിയാണ് അംഗാകാരവൃത്തി. ഈ വൃത്തിയിൽ നാം നമ്മുടെ നിലനിൽപ്പിനു വേണ്ടി വൃക്ഷങ്ങളെ പൂർണ്ണമായും വെട്ടി നശിപ്പിക്കുന്നു, വംശനാശം വരുത്തുന്നു. അവിടെ പിന്നെ അല്പകാലം നാം മാത്രമേ അവശേഷിക്കൂ. ഹിംസാത്മകമായ ഇത്തരം പ്രവൃത്തി നൈതിക കർമ്മത്തിന് വിരുദ്ധമാണ്. മാലാകാരവൃത്തി എന്നാൽ വൃക്ഷങ്ങളിൽ നിന്നും പുഷ്പങ്ങൾ പറിച്ച് മാല കെട്ടിക്കൊടുത്ത് പണം സമ്പാദിക്കുന്നത് പോലെയുള്ള വൃത്തി. ഇത്തരം വൃത്തിയിലൂടെ നാം നമ്മുടെ നിലനിൽപ്പിനെ പരിരക്ഷിക്കുന്നതോടൊപ്പം വൃക്ഷങ്ങളെയും പരിരക്ഷിക്കുന്നു. എന്നാൽ പൂക്കൾ പറിച്ചു മാറ്റുന്നതോടെ അതിൻ്റെ പരാഗണം നടക്കാതെ വരുന്നു. അത് പുതുചെടികളുടെ ഉൽപ്പത്തിക്ക് വിഘാതം സൃഷ്ടിക്കുന്നു. അവിടെയും നൈതിക ധർമ്മത്തിന് വിരുദ്ധമായ പ്രവൃത്തിയുണ്ട്. എന്നാൽ അംഗാകാരവൃത്തി അതിനേക്കാൾ ശ്രേഷ്ഠമാണ് മാലാകാരവൃത്തി. 3. മധുകാരവൃത്തി, അതായത് തേനീച്ചകൾ തേൻ ശേഖരിക്കുന്നത് പോലെയുള്ള വൃത്തിയാണ്. ഇത്തരം വൃത്തിയിൽ അഥവാ കർമ്മത്തിൽ യാതൊരു ഹിംസാപരതയും ഇല്ല. അല്പമാത്രമായി ശേഖരിക്കുന്ന മധുവിനെ തേനീച്ചകൾ സമർത്ഥമാക്കി ലോകത്തിന് തിരികെ നൽകുന്നു. യാതൊരു ഉപദ്രവമില്ലാത്ത വൃത്തിയാണ് മധുകാരവൃത്തി. മനുഷ്യജീവിതം മധുരതരമായി ശ്രേയസ്കരവും പ്രേയസ്കരവുമാകാൻ സർവം സഹായകരമായ വൃത്തിയാണ് മധുകാരവൃത്തി പോലുള്ള വൃത്തികൾ. അതുകൊണ്ട് നാം ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ടത് മധുകാരവൃത്തിയുടെ തത്വത്തെ ഉൾക്കൊള്ളുന്ന വൃത്തി അഥവാ കർമ്മത്തെയാണ്. അത് തികച്ചും അഹിംസാത്മകമാണ്, ശ്രേയോദായകവുമാണ്. ഓം കൂർവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛതം സമാഹ ഏവം ത്വയിനാന്യതേതോ അസ്തി ന കർമ്മ ലിപ്യതേ നരേ. ഈ ലോകത്തിൽ ശാസ്ത്രവിധി പ്രകാരമുള്ള കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് 100 വർഷക്കാലം ജീവിക്കാൻ ആഗ്രഹിക്കണം. ഇങ്ങനെയായാൽ മനുഷ്യനായ നിന്നിൽ കർമ്മഫലം പറ്റിച്ചേരുകയില്ല. ഇതിൽ നിന്നും അന്യമായി വേറൊരു മാർഗവുമില്ല. എന്തിനെ? മുക്തി ലഭിക്കുവാൻ. ഈ 2-ാം മന്ത്രം പ്രവൃത്തി മാർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗൃഹസ്ഥാശ്രമിക്കും ആത്മജ്ഞാനം ലഭിക്കും. ഈ വേദങ്ങളെ ക്രോഡീകരിച്ച വേദവ്യാസൻ ഗൃഹസ്ഥാശ്രമിയായിരുന്നു. ഈശാവാസ്യോപനിഷത്ത് രചിച്ച യാജ്ഞവൽക്യൻ ഗൃഹസ്ഥാശ്രമിയായിരുന്നു. വരുണൻ്റെ മകൻ ഭൃഗു, ആരുണിയുടെ പുത്രൻ ഉദ്ദാലകൻ, ഉദ്ദാലകൻ്റെ പുത്രൻ ശ്വേതകേതു ഇവരെല്ലാം തന്നെ ഗൃഹസ്ഥരാണ്. അപ്പോൾ ഗൃഹസ്ഥാശ്രമിക്കും ആത്മജ്ഞാനം ലഭിക്കും. ഐഹിക ജീവിതത്തിൽ 100 വർഷക്കാലം ജീവിച്ചിരിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി കർമ്മഫലത്തിലുള്ള ആഗ്രഹമില്ലാതെ ശാസ്ത്രവിഹിതമായ വേദവിഹിതമായ കർമ്മം ചെയ്യണം. ഈ മന്ത്രത്തിലൂടെ 2 പ്രധാന കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ പരമമായ
ലക്ഷ്യം സംസാര ബന്ധനത്തിൽ നിന്നുള്ള മോചനം അഥവാ മുക്തി. ഇത് ലഭിക്കണമെങ്കിൽ 100 വർഷക്കാലം ജീവിച്ചിരിക്കണം എന്നാഗ്രഹിക്കുകയും അതോടൊപ്പം മരണം വരെ കർമ്മനിഷ്ഠനായിരിക്കുകയും വേണം എന്നാണ്. ഇതൊരു പ്രവൃത്തിമാർഗ പദ്ധതിയാണ്. മനുഷ്യൻ്റെ ശക്തമായ ഇച്ഛാശക്തി അഥവാ ആത്മബലം അവൻ്റെ ജീവിത ദൈർഘ്യത്തിൻ്റെ തോത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. 100 വർഷക്കാലം ജീവിച്ചിരിക്കണം എന്ന് ശക്തമായി നൈരന്തരികമായി ചിന്തിച്ചുകൊണ്ട് ഫലകാംക്ഷ കൂടാതെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ ഫലകാംക്ഷയോടുകൂടി കർമ്മം ചെയ്താൽ വിരുദ്ധ ഫലവും ഉണ്ടാവും. ചെയ്യുന്ന കർമ്മത്തിന് ആഗ്രഹിക്കുന്ന ഫലം കിട്ടാതെ വന്നാൽ അത് മനസ്സിനെ ദുഃഖിപ്പിക്കുന്നു. മനസ്സിൽ അതിനെ തുടർന്നുണ്ടാകുന്ന വികാരവിക്ഷോഭങ്ങൾ ശരീരത്തിലെ രാസയൗകിക പ്രവർത്തനങ്ങളെ ബാധിക്കുകയും അത് ശരീരത്തിൻ്റെ ശക്തിയെ, ഓജസ്സിനെ, തേജസ്സിനെ ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ക്ഷയിച്ചു വരുന്ന ശരീരത്തിന് 100 വർഷക്കാലം നിലനിൽക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ അകാല അസ്തമനത്തിന് ഇടയാക്കുകയും ചെയ്യും. ഈശാവാസ്യമിതം സർവം. ഈശൻ എല്ലായിടത്തും, ഈ ചലിച്ചു കൊണ്ടിരിക്കുന്ന ജഗത്തിൽ എല്ലായിടത്തും ആവസിക്കുന്നു. അപ്പോൾ എല്ലാ കർമ്മങ്ങളും ഈശ്വരസേവ തന്നെയാണ്. അത് പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്യണം. ആ ഒരു ചിന്തയും പ്രവൃത്തിയും നമ്മെ കൂടുതൽ ആത്മബലം ഉള്ളവരാക്കും. അത്തരത്തിൽ ആത്മബലം ഉള്ളവർക്ക് മാത്രമേ 100 വർഷക്കാലം അസംഗമായി കർമ്മം ചെയ്ത് മുക്തിപദത്തിൽ എത്തിച്ചേരാൻ സാധിക്കൂ. നമ്മുടെ ചിന്തയാണ് ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. സത്ചിന്തയും സത്പ്രവൃത്തിയും സത്ഫലം സംഭാവന ചെയ്യും. 100 വർഷക്കാലം ജീവിച്ചിരിക്കണമെന്ന ചിന്ത നൈരന്തരികമായി ശക്തമായി പുലർത്തിയാൽ അത് സാധ്യമാകും. പ്രശസ്ത ആംഗലേയ സാഹിത്യകാരനായ ജോർജ് ബെർണാഡ് ഷാ തൻ്റെ വാർദ്ധക്യകാലത്തെ സുഖകരവും സ്വസ്ഥവുമായ ജീവിതം പ്രാപിക്കുന്നതിന് വേണ്ടി ഒരു നല്ല സ്ഥലം അന്വേഷിച്ച് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഈ അന്വേഷണ യാത്രയിൽ അദ്ദേഹം ഒരു പള്ളി സെമിത്തേരിയുടെ മുമ്പിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ അസാധാരണമായ ഒരു ശവകുടീരം കാണുവാനിടയായി. അത് അടുത്തുനിന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. ആ ശവക്കല്ലറയിൽ കൊത്തിവെച്ചിരിക്കുന്നത് അദ്ദേഹം വായിച്ചു. അത് ഇപ്രകാരമായിരുന്നു: ഹിസ് ഇമ്മേച്വർ ഡെത്ത് ഹാപ്പൻഡ് അറ്റ് ദ ഏജ് ഓഫ് 90. ഇയാളുടെ അകാല ചരമം 90-ാം വയസ്സിൽ സംഭവിച്ചു. ഈ വാചകം ബെർണാഡ് ഷായെ അത്ഭുതപ്പെടുത്തി, ചിന്താക്ലാന്തനാക്കി. അദ്ദേഹം തീരുമാനിച്ചു, തനിക്ക് എല്ലാ ദിവസവും ഈ ആശ്ചര്യകരമായ ശവകുടീരം കാണുകയും ഈ അസാധാരണ വാചകം വായിക്കുകയും വേണം. ഇത് തൻ്റെ ചിന്തയെയും ജീവിതത്തെയും അത്യധികം പ്രചോദിപ്പിക്കും. അദ്ദേഹം ആ സെമിത്തേരിയുടെ എതിർവശത്തുള്ള സ്ഥലം തനിക്ക് കാലം കഴിച്ചു കൂട്ടുവാൻ അത്യുത്തമമാണെന്ന് കണ്ട് താമസം വിന അവിടെ സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ച് താമസം ആരംഭിച്ചു. എല്ലാ ദിവസവും അദ്ദേഹം വീടിൻ്റെ ബാൽക്കണിയിൽ വന്ന് വിശ്രമിക്കുമ്പോഴും മറ്റും മുൻപറഞ്ഞ കല്ലറയും അതിലെ വാക്കുകളും നോക്കിക്കൊണ്ടിരിക്കും. ഈ കാഴ്ച തനിക്കും തൻ്റെ ജീവിതത്തിനും കൂടുതൽ ഊർജവും ഉൾക്കരുത്തും നൽകുന്നുവെന്ന് അദ്ദേഹം സുഹൃത്തുക്കളോട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് 93 വയസ്സുവരെ ജീവിക്കാനുള്ള പ്രചോദനവും പ്രാപ്തിയും നൽകിയത് ശക്തമായ ചിന്തയും പ്രവൃത്തിയും തന്നെയാണ്. തൻ്റെ ചിന്തയെ, ആഗ്രഹത്തെ സഫലീകരിക്കുന്നതിന് ഉതകുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം താമസത്തിന് അദ്ദേഹം തിരഞ്ഞെടുത്തത്. മരണം സംഭവിക്കേണ്ടത് ബോധത്തോടു കൂടിയായിരിക്കണം. ബോധത്തോടു കൂടിയ മരണമാണ് മുക്തി പ്രദാനം ചെയ്യുന്നത്. കർമ്മനിരതമായ ജീവിതത്തിൽ മാത്രമേ ബോധം അഥവാ ഉണർവ് ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് കൃഷി ഫലേച്ഛ കൂടാതെ നൈരന്തരിക കർമ്മം അവസാനം വരെ തുടരുക എന്ന് ഉപദേശിക്കുന്നത്. റഷ്യയിലെ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായിരുന്നു ആസ്പെംസ്കി.
രോഗം ബാധിച്ച് മരണത്തോടെ അടുത്തുകൊണ്ടിരുന്ന വേളയിൽ ഡോക്ടർ പറഞ്ഞു, താങ്കൾ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ പാടില്ല. എന്നാൽ ആ കാലത്ത് അദ്ദേഹം ചെയ്ത പ്രവൃത്തി അത്ഭുതകരമാണ്. അദ്ദേഹം രാത്രികാലങ്ങളിൽ പോലും റോഡിലൂടെ നടക്കുകയും സുഹൃത്തുക്കൾക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഡോക്ടറെ പോലും ആശ്ചര്യപ്പെടുത്തി. പൂർണ്ണ വിശ്രമം ആവശ്യമാണെന്ന് ഡോക്ടർ ശഠിച്ചപ്പോൾ അദ്ദേഹം സംസാരം നിർത്തി. അപ്പോഴും നടത്തയും മറ്റും നിർത്തിയില്ല. എന്തിനാണ് താങ്കൾ വിശ്രമിക്കാതെ ഈ രോഗാവസ്ഥയിലുള്ള അന്ത്യനാളുകളിൽ ഇങ്ങനെ ഓടി നടക്കുന്നത് എന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചു. അപ്പോൾ ആസ്പെംസ്കി പറഞ്ഞു, ഞാൻ എല്ലാ ദുഃഖങ്ങളെയും കാണാൻ ആഗ്രഹിക്കുന്നു. വിശ്രമത്തിൽ ഞാൻ അബോധാവസ്ഥയിലായാൽ അത് നടക്കില്ല. ഡോക്ടർ, എനിക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത് 3 മാസത്തെ ജീവിതം കൂടിയാണ്. ആ കാലത്തിനുള്ളിൽ എനിക്കെല്ലാം കാണണം. മരണം ഉൾപ്പെടെ എല്ലാം ബോധത്തോടു കൂടിയായിരിക്കാൻ ശക്തിയും ഊർജവും വേണം. അതിന് ആവുന്ന കർമ്മത്തിൽ വ്യാപൃതനായിരിക്കണം. നിഷ്ക്രിയമായ വിശ്രമത്തിൽ അബോധാവസ്ഥയായാൽ എനിക്ക് മരണമെന്ന അനുഭവത്തെ വേണ്ട രീതിയിൽ അഭിമുഖീകരിക്കാനാവാതെ വരും. അതുകൊണ്ട് മരണത്തെ ബോധത്തോടുകൂടി സ്വീകരിക്കാനാണ് ഞാൻ ഉറങ്ങാതെ നിരന്തരം നടക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം നടന്നിരുന്ന ആരോഗ്യവാന്മാരായ ഉറ്റ സുഹൃത്തുക്കൾ വളരെ ക്ഷീണിച്ചു. എന്നാൽ അവർക്ക് അദ്ദേഹത്തിൽ ഒരു ക്ഷീണവും കാണാൻ കഴിഞ്ഞില്ല. ആ രാത്രിയിൽ ഡോക്ടർ പറഞ്ഞു, ഇനി ആസ്പെംസ്കിക്ക് ഒരു കാല് ചലിപ്പിക്കാൻ പോലും ശക്തിയില്ല. എന്നാൽ അദ്ദേഹം ആ രാത്രി മുഴുവൻ നടന്നു. ഞാൻ നടന്നുകൊണ്ട് മരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എവിടെയെങ്കിലും ഇരുന്ന് വിശ്രമിക്കുന്ന കൂട്ടത്തിൽ ഉറങ്ങി അബോധാവസ്ഥയിലാകുമ്പോൾ മരിക്കാൻ പാടില്ല. അദ്ദേഹം തന്നോടൊപ്പം നടക്കുന്ന സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇതാ അല്പസമയം കൂടി, ഇതാ എല്ലാം അവസാനിക്കുന്നതായി തോന്നുന്നു. പക്ഷേ ഞാൻ നടന്നുകൊണ്ടേയിരിക്കും. അവസാന ചുവട് വരെ എൻ്റെ ബോധം നശിച്ചു പോകാതിരിക്കാൻ ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ട് തന്നെയിരിക്കും. അബോധാവസ്ഥയിൽ വിശ്രമത്തിൽ ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ അവസാനത്തെ ചുവടാണ്. ഞാനിപ്പോൾ മറിഞ്ഞു വീഴും. അതിനു മുമ്പായി ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, ഈ ശരീരം താഴെ വീഴാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശരീരം എന്നെ വിട്ടുപോയിരുന്നു. ഞാനിപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ വീഴുകയില്ല. ശരീരം മാത്രമേ വീഴുകയുള്ളൂ. ഇങ്ങനെ പറഞ്ഞ് നടന്നുകൊണ്ട് മരിച്ച് മറിഞ്ഞു വീണു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വിശ്വവശ്യമായ ഒരു ചാരുതയും ശാന്തിയും പ്രകാശവും പ്രസരിച്ചിരുന്നതായി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ദർശിതമായിരുന്നു. അതെ, ആസ്പെംസ്കി കർമ്മനിരതനായി ബോധത്തോടുകൂടി മരണത്തെ സ്വീകരിച്ചുകൊണ്ട് പരമമായ മോക്ഷത്തിലേക്ക്, മുക്തിയിലേക്ക് പ്രവേശിച്ചതിൻ്റെ പ്രതിഫലനമാണ് ആ കണ്ണുകളിലൂടെ പ്രകാശിതമായിരുന്നത്. അനിവാര്യമായ മരണത്തെ മഹത്വപൂർണ്ണം അറിയണമെങ്കിൽ, ആനന്ദകരമാക്കണമെങ്കിൽ ബോധത്തോടുകൂടി അതിനെ സ്വീകരിക്കണം. അതിന് ജീവിതത്തിൽ നൈരന്തരികമായ പരിശ്രമം ഉണ്ടായിരിക്കണം. അതത്രേ 100 വർഷക്കാലം ജീവിച്ചിരിക്കണമെന്ന ചിന്തയോടെ മരണം വരെ അസംഗമായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നത്. കൂർവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛതം സമാഹ ഏവം ദ്വൈനാന്യതേതോ അസ്തി ന കർമ്മ ലിപ്യതേ നരേ. അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ്ങസംഗനായി ഇരിക്കുകയില്ലാതില്ലൊന്നും നരനു ചെയ്തിടാൻ. ഈ ലോകത്തെ ശാസ്ത്രവിധിപ്രകാരമുള്ള കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് 100 വർഷക്കാലം ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹത്തോടെ കർമ്മം ചെയ്യുക. കർമ്മഫലത്തെ ആഗ്രഹിക്കരുത്. മുക്തി ലഭിക്കുവാൻ, മോക്ഷം ലഭിക്കുവാൻ ഇതല്ലാതെ നരന് മറ്റു മാർഗങ്ങളില്ല. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ ഉപസംഹരിക്കാം. ഗുരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുകാരുണ്യം ആവോളം എന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എൻ്റെ ഈ എളിയ വാക്കുകൾ ഭക്തിപൂർവ്വം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുവും തത്സത്ത്.